അക്ഷരത്തെറ്റില്ലാതെ കേരളം എന്ന് പോലും എഴുതാൻ അറിയാത്ത ഒരാൾ പലവട്ടങ്ങളിലായി ഒരുപാട് കാലം കേരളത്തിന്റെ IT വ്യവസായ വകുപ്പുകളുടെ മന്ത്രിയായല്ലോ എന്ന് ഓർക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ് ഒറ്റമൈനയും. UDF അധികാരത്തിലേറിയ കാലത്തെല്ലാം വിദ്യാഭ്യാസ വകുപ്പും കൈകാര്യം ചെയ്തു വന്ന ഒരു പാർട്ടിയുടെ സമുന്നത നേതാവിനാണ് ഈ ദുർഗതി എന്ന് ഓർക്കണം. പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിലെ ലീഗ് നേതൃത്വത്തിനൊപ്പം എപ്പോഴും നിലയുറപ്പിച്ച് നിലപാടുകൾ വ്യക്തമാക്കാറുള്ള സാക്ഷാൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് കേരളം എന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ ഒന്നിലധികം വേണം. പണ്ടേ എയോട് കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു പ്രത്യേക മമതയുണ്ടെന്നാണ് എതിരാളികൾ പോലും പാടി നടക്കുന്നത്. ഐസ്ക്രീം കേസും തുടർന്ന് മന്ത്രിപ്പണി നഷ്ടമായതും മാലോകർക്കെല്ലാം അറിയാവുന്ന കാര്യവുമാണ്. ലീഡർ K കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിമാരായിരുന്ന കാലം മുതൽ വ്യവസായവും പിന്നീട് പ്രധാനപ്പെട്ട IT വകുപ്പും കൈവശം വെച്ച് അനുഭവിച്ചു വരുന്ന നമ്മുടെ കുഞ്ഞാപ്പയ്ക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയും ആൽഫബറ്റ് ഓർഡറും വേർഡ്സും എന്താണെന്ന് ഇനിയും അറിയില്ലെന്ന് വെച്ചാൽ പിന്നെ അതേപറ്റി എന്തോന്ന് പറയാനാണ്. ഇത്തവണ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളെ പഠന വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചത് എന്തായാലും നന്നായി. മന്ത്രി ഷംസുദ്ദീൻ ബിരുദാനന്തര ബിരുദത്തിന് പുറമെ വക്കീൽ പരീക്ഷയും പാസ്സായ ആളാണ്. പഠിത്തത്തിൽ പിന്നോക്കക്കാരായ PK ബഷീറിനും KM ഷാജിക്കും കിട്ടിയ മന്ത്രിപ്പണി ചെറുതല്ലെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതാ കുറവ് അവരുടെ വകുപ്പിന്റെ വളർച്ച മുരടിപ്പിക്കുന്നുണ്ടെന്ന അഭിപ്രായം ലീഗിനുള്ളിലും ശക്തമാണ്. ബഷീറിന്റെ ഇംഗ്ലീഷ് ഇതിനോടകം വൈറലായി കഴിഞ്ഞു. ഇതിലും എത്രയോ ഭേദപ്പെട്ട ഇംഗ്ലീഷാണ് നമ്മുടെ CPM നേതാവും MP-യുമായ AA റഹീമിന്റേതെന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്. ഉള്ളത് പറയാലോ, കളമശ്ശേരി MLA-യും നമ്മുടെ മീൻ വകുപ്പ് മന്ത്രിയുമായ അബ്ദുൽ ഗഫൂർ ആള് ചില്ലറക്കാരനല്ല, നിയമവിരുദ്ധധാരിയാണ്. വിദ്യാഭ്യാസ വകുപ്പ് സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന ലീഗ് മന്ത്രിമാരാരും പാർട്ടിക്കാർക്കും നേതാക്കൾക്കും വേണ്ട ഇംഗ്ലീഷ് പരിജ്ഞാനം ഇതുവരെ നൽകിയിട്ടില്ലെന്നും പറയാതെ വയ്യ. നിത്യവും ഉപയോഗിക്കുന്ന വാക്കുകൾ തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും കഴിയാത്ത ഈ മന്ത്രിമാർ എത്രകാലം സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഭരണം നടത്തുമെന്നാണ് ഒറ്റമൈനയ്ക്കും ചോദിക്കാനുള്ളത്. മൂക്കിന് താഴെ മൈക്കും വെച്ച് ചോദ്യങ്ങൾ ചോദിക്കാനെത്തുന്ന ചാനൽ മാധ്യമപ്പടകൾക്ക് മുമ്പിൽ നാക്കുളുക്കാതെയും തൊണ്ട വരളാതെയും 4 ഇംഗ്ലീഷ് പറയാൻ പറ്റുന്ന എത്ര മന്ത്രിമാരുണ്ട് മുസ്ലിം ലീഗിനെന്ന് ചോദിച്ചാൽ പഠിപ്പുള്ളവർക്കും അതിന് കഴിയാറില്ലെന്നതാണ് നേര്. ഉള്ളത് പറയുമ്പോൾ തുള്ളല് വന്നിട്ട് കാര്യമില്ല. ഇംഗ്ലീഷ് പഠിക്കണം, തെറ്റില്ലാതെ എഴുതാൻ പരിശീലിക്കുകയും വേണം.